ചില വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായി നമ്മൾ പലപ്പോഴും കണ്ടെത്താറുണ്ട്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുഹൂർത്തം എന്ന് തന്നെ പറയാം. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് മാർത്തോമാ സഭയുടെ വലിയ തിരുമേനിയായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ തിരുമേനിയാണ്. എനിക്ക് കിട്ടിയ ഈ ഭാഗ്യത്തെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നമസ്കാരം തിരുമേനി. ശരിക്കും വളരെ വർഷങ്ങളായിട്ട് തിരുമേനിയെ പരിചയപ്പെടണമെന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും ഇന്നാണ് എനിക്ക് ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. തിരുമേനിയെ കുറിച്ച് ഒത്തിരി TV പ്രോഗ്രാമുകളിലും തിരുമേനിയുടെ റൈറ്റപ്സും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിക്കും തമാശ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, ഒത്തിരി കാര്യങ്ങളും കാരണങ്ങളും ചിന്തകളും ഒക്കെയുള്ള തിരുമേനിയുടെ റൈറ്റപ്സും ഒക്കെ വായിച്ചിട്ടുണ്ട്. ശരിക്കും അപ്പൊ മുതൽ തുടങ്ങിയ ഒരു ആഗ്രഹമാണ് തിരുമേനിയെ പരിചയപ്പെടുക എന്നുള്ളത്. തിരുമേനിക്ക് ഒരു ഉത്തരമില്ലാത്ത വിഷയം ഇല്ല എന്നറിയാം. എല്ലാം തമാശകളിലൂടെയുള്ള ഉത്തരങ്ങളായിരിക്കും അറിയാം. ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. 61 വർഷം ഏറ്റവും കൂടുതൽ കാലം ബിഷപ്പായിരുന്ന തിരുമേനിയാണ് അല്ലെ? ശരിക്കും ആ ഒരു എങ്ങനെയായിരുന്നു ഈ 61 വർഷത്തെ ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു? എന്റെ അഭിപ്രായം എല്ലാ അനുഭവവും വലിയ അനുഭവം. To be rejected is also a great experience. And to be accepted is still more great. And to be indifferent also you enjoy. നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും വലിയ അനുഭവം അല്ലേ? അല്ല, നമ്മളെ ഒരാൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എന്റെ അമ്മ ഞാൻ ഇങ്ങോട്ട് വരുന്ന എന്നെ റിസീവ് ചെയ്യും. That is, and if see, supposing the day I return from my college, my mother is not at home, I will be very sorry. She will come the following morning. I knew that she has gone away on a holiday to visit her sister and will come back. But still, the fact that my mother is not there to say Mone. I want to hear that really Mone. And the absence of it doesn't endanger me in any way, but still. അതുകൊണ്ട് അങ്ങനെ change always causes change. മാറ്റങ്ങൾ എപ്പോഴും മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പറയാം അല്ലേ? മാറ്റമില്ലാത്ത ഒരു ലോകമുണ്ട്. Because the world that was as I sat on this chair is no more. It is replaced by another world with slight differences. In some cases with revolutionary ideas. ശരിക്കും മാറ്റങ്ങൾ ഏറ്റവും അധികം കണ്ട ഒരു വ്യക്തിയാണ് തിരുമേനി എന്ന് പറയാം. ഇപ്പൊ 96 വയസ്സായില്ലേ? അതെ. അപ്പൊ മാറ്റങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു വ്യക്തിയാണ്. കണ്ടില്ല, കാണാൻ സൗകര്യം ഉണ്ടായിരുന്ന. See, the trouble is, though your eyes you don't see. അതായത് ഇന്നത്തെ ദോഷം, ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നത് കാണുന്നവർ ചുരുക്കമാണ്. ഈ നമ്മളെ മന്ത്രിമാരും അതൊന്നും കാണുന്നില്ല. മന്ത്രിമാര് കാണുന്നത് നിങ്ങൾ കണ്ടെന്ന് പറയുന്നതാണ്. അതായത് ഞാൻ കാണുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോവർട്ടി they don't see. ഒരാൾ പോവർട്ടി കൊണ്ട് മരിച്ചു എന്ന് എത്ര പേര് മരിച്ചു എന്ന് അവർക്കറിയാം. എന്താണെന്ന് അറിയില്ല. അത് കുറെ കൂടെ നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾക്കറിയാം ഇയാളുടെ മരണത്തിൽ ഏതായിരിക്കും മോസ്റ്റ് അപ്പീലിംഗ് ടു ദ. അപ്പൊ അതാണ് നിങ്ങൾ കൊണ്ട് അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്. മനുഷ്യർ ശരിക്കും ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കുന്നില്ല എന്നർത്ഥം. ജീവിക്കുന്നവയെ മരിക്കുകയുള്ളൂ, മറ്റൊരു ചത്തുപോവുക. ചത്തുപോയ നമ്മളെ പോത്ത് മരിച്ചെന്ന് പറയട്ടെ, മനുഷ്യൻ ചത്തുന്ന നമ്മൾ പറയും ഓർഡിനറി ലൈൻ. അതുകൊണ്ട് മരിക്കുന്നവൻ ജീവിക്കുന്നവൻ, അല്ലാത്തവൻ മരിക്കരുത്. ആളെ എക്സ്റ്റിങ്ക്റ്റ് ആകും. Death, of course, according to me, is entrance into the greater life. As a child comes out of mother's womb, is that, see, the next stage of that child's. അതുപോലെയാണ് ഞാൻ ഡെത്തിനെ കാണുന്നത്. അതുകൊണ്ട് death is a welcome experience. But if there were twins,
the other boy or girl would be very sorry. പിന്നെ അതുകൊണ്ടാണ് ഈ ഒന്നാക്കിയത്. ശരിക്കും തിരുമേനി ഈ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ഈ പമ്പാ നദിയിൽ വിശ്വസിക്കുന്നത്. അതൊരു ഫാക്ട് ആണല്ലോ, റിയൽ ആണല്ലോ, നമ്മുടെ മുന്നിലുണ്ട്. അതെ അതെ, അതൊന്നുമില്ല. അതൊക്കെ ഞാൻ റിയൽ ആണോ എന്നുള്ള എന്റെ ചോദ്യം. മനസ്സിലായി? അതല്ല, അതുപോട്ടെ. പമ്പാ നദി ഞാനിവിടെ കണ്ടുകൊണ്ട്, but what is its significance in the whole creation order എന്നറിയാം. I don't. ഈ വെള്ളം ഒഴുകുന്നത് ഞാൻ മുഖം കഴുകുമ്പോൾ അവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. അതും പമ്പാ നദിയും തമ്മിൽ വാസ്റ്റ് ഡിഫറൻസ്. അതുകൊണ്ട് ഈ ക്രിയേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ ഈ ഡെത്ത് ഒന്നും മനസ്സിലാക്കാനും. അതുപോലെ ഞാൻ പറയും, അല്ല, ദൈവത്തെ അറിയാതെ ലോകത്തെ അറിയാനും. ബിക്കോസ് ലോകം വാസ് ക്രിയേറ്റഡ് ബൈ. എന്റെ അമ്മയെ അറിയാതെ എന്റെ അനിയത്തെ അറിയാനും. അതർവൈസ് അനിയത്തെ മസ്റ്റ് ബി സംബഡി ബോട്ട് ഫ്രം ദി മാർക്കറ്റ്. അതുകൊണ്ട് ഇപ്പൊ ഈ ക്രിസ്മസ് കാലത്ത് പറയുന്നുണ്ട്, ദൈവത്തിന്റെ മഹത്വത്തില് ക്രിസ്മസ് മനസ്സിലാക്കാനും, ഇൻ ദ കോണ്ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഗോഡ്. അല്ലാതെ നമ്മുടെ അർത്ഥവും ദൈവത്തെ മനസ്സിലാക്കുക. ദൈവത്തിൽ കൂടെയാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. We are what we are is because what God is what God is. പക്ഷെ ഇന്നിപ്പോ മനുഷ്യർ അങ്ങനെയാണോ? അല്ല. അതാണല്ലോ മനുഷ്യൻ ഇന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇത് അല്ല, ഇതൊരു ഡിസ്റ്റോർഷൻ ഓഫ് മാൻ. ഞാനൊരു കഥ വായിച്ചു. ഒരമ്മ എവിടെയോ പോയിട്ട് വന്നപ്പോൾ കൊച്ചു കുഞ്ഞും പാമ്പും കൂടെ കളിക്കുന്ന അമ്മയുടെ കൊച്ചു കുഞ്ഞ്. അമ്മ സ്റ്റാർട്ട് അവരുടെ തമ്മിൽ ഇങ്ങനെ അടിക്കുന്നു, കുഞ്ഞടിക്കുന്നു, പാമ്പ് ഇങ്ങനെ തലയാക്കുന്നു. അമ്മ കൊണ്ട് അങ്ങ് പിടിച്ചു. അന്നേരം പാമ്പ് കുഞ്ഞിനെ കൊത്തി. അതുവരെ കൊത്തി. പാമ്പ് enjoyed the child, but when the mother's frightened voice came in, അതുകൊണ്ട് ഈ അമ്മയുടെ ഭീതിയാണ് കുഞ്ഞിനെ കൊന്നത്, നോട്ട് പാമ്പിന്റെ വിഷം. I don't hold that theory, but ഇത് പറഞ്ഞത് എൻവയോൺമെന്റ്, സാഹചര്യങ്ങൾ, പ്രകൃതി നമ്മുടെ പ്രവൃത്തിയേക്കാൾ ശക്തമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ താറാവിനെ കത്തിന്നാൽ ഉടൻ മരിക്കും. ഇപ്പൊ കൊലപാതകത്തിന് പിച്ചാറ്റി ഒന്നും വേണ്ട, താറാവ്. താറാവ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. I just now become the agency for my destruction. ഇതിന്ന് എല്ലാ രംഗത്തും നടക്കും. മുമ്പ് കപ്പ തിന്നാൽ ഇപ്പൊ കപ്പ തിന്നാൽ ചാകും. ഇതിനാണ് ഞാൻ പാപം എന്നത്. അല്ലാതെ എന്റെ അയൽവക്കത്തിന്റെ വാഴക്കൊല മോഷ്ടിക്കുന്നത്. അപ്പൊ സാഹചര്യങ്ങളാണ് ശരിക്കും ഒരു വ്യക്തിയെയോ ഒരു സാധനത്തിനെയോ നമ്മുടെ ശത്രുവോ മിത്രവോ ആക്കി മാറ്റണമെന്ന് പറയാം, അല്ലേ? ഇപ്പൊ ചില പട്ടികള് പൂച്ചകളൊക്കെ മേക്സ് ഹാപ്പി. അമേരിക്കയില് ഒരു സ്ത്രീ മരിച്ചപ്പോൾ അതിൻ്റെ എന്റെ സ്ത്രീയെ ജീവനോട് എന്റെ കൂടെ എന്റെ പെട്ടിയില്ല, ശവപ്പെട്ടി. അപ്പൊ അത് ചെയ്യുന്നതിന് ഇത്ര രൂപ വക്കീലിന് എക്സിക്യൂട്ടർ വന്നപ്പോൾ ജീവനുള്ള പൂച്ചയെ കുഴിച്ചിട്ടാൽ ഗവൺമെന്റ് ശിക്ഷിക്കും. മനസ്സിലായി? എന്നാൽ ജീവനോടെ കുഴിച്ചിട്ടെങ്കിൽ ഇവര് കാശ് ആൾക്കാരിലേക്ക് കിട്ടി. അപ്പൊ കോടതി പറഞ്ഞു, ഞാൻ ജീവനോടായിരിക്കും കുഴിച്ചിരുന്നത്, എന്നാൽ ചത്തുപോയെങ്കിൽ എന്റെ കുറ്റം. അപ്പൊ അങ്ങനെ ഡോക്ടറോട് പറഞ്ഞു, ഞാനിതിനെ പെട്ടിയിലോട്ട് വെക്കുമ്പോൾ ഡോക്ടർ അങ്ങ് കുത്തിവെച്ച് കൊന്നു. പൂച്ചയെ കുത്തിവെച്ച് കൊന്നുകൊണ്ട് കേസില്ല.
അപ്പൊ അന്നേരം ജീവനോടാണ് ഞാൻ ബെറ്റ് ചെയ്തിട്ട്. പക്ഷെ ചത്തുപോയി. ചത്തത് അത് കാരണം ചാകരുതെന്ന് പറഞ്ഞത്. നമ്മളുടെ ലോകം നശിപ്പിക്കുന്നത് വലിയ പാപമാണ്. പക്ഷേ എല്ലാവരും നശിപ്പിക്കുന്നതുകൊണ്ട് അത് കുറ്റമാണ്. ഇപ്പം നമ്മുടെ ഗവൺമെന്റ് തന്നെ കള്ളുകൂടി മിക്കവാറും നിർത്തിയതാണ്. അപ്പോൾ അധികം പേരും കുടിക്കുന്നവരായതുകൊണ്ട് അത് എഴുന്നേറ്റ് വന്നു. ശരിക്കും തിരുമേനിയുടെ സ്കൂളിംഗ് ടൈമിലൊക്കെ രാജഭരണമായിരുന്നല്ലോ. രാജഭരണമായിരുന്നു. അപ്പൊ ശരിക്കും രാജഭരണത്തിലൂടെ കടന്നു വന്ന് ഇപ്പൊ നമ്മുടെ ജനായത ഭരണത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് തിരുമേനി, അല്ലെ? എന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. രാജ്യഭരണത്തിൽ we know what is going to happen tomorrow. Because എന്റെ അപ്പൻ എപ്പോഴാണ് എന്നെ അടിക്കുന്നത് എനിക്ക് ഏകദേശം അറിയാം. എന്നാൽ ഇവിടെ ഒരാളാണ് ഒത്തിരി ആൾക്കാർ മന്ത്രിസഭയിൽ 24 കൂടെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് 24 അപ്പനുണ്ടെങ്കിൽ മനസ്സിലാക്കാനൊക്കെ. രാജഭരണത്തിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഈ നാട്ടിലൊരു വലിയ വെള്ളം വന്നു 99. അപ്പൊ ആളുകളൊക്കെ ഒഴുകിപ്പോയി. വീടുകൾ ഞാൻ കണ്ടുകൊണ്ട് നിന്നാണ് ഇതിന്റെ നടുക്കൂടൊരു വീട് ഫ്ലോയിങ് ഡൗൺ ആൻഡ് മാൻ ഇസ് ദേർ. അത് അവിടെ എങ്ങനെയോ വന്നായിരുന്നു. ആർക്കും അങ്ങോട്ട് പോകാനൊക്കെ അവിടെ വരുന്നത്. അങ്ങനെ ഇരുന്ന് അങ്ങ് കലയും വിളിക്കും. ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കാം, 99 അയാളുടെ ഹെൽപ്ലെസ്നെസ്, അങ്ങയുടെ ഗ്രേറ്റ് ആങ്സൈറ്റി ഫോർ us to. അപ്പൊ ഞാൻ പറഞ്ഞത് അതുപോലെ അന്ന് ഞാൻ ഒഴുകുമ്പോൾ രാജാവ് കരി, ഇപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ രാജാവ് എന്നെ ഒഴുകും. ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞു, അന്ന് രാജാവും ഞാനും കൂടെ ഒരു ബന്ധവുമില്ല. മനസ്സിലായില്ല. ഇങ്ങനെ പണ്ട് ജീവിച്ചിരുന്നു. അല്ലെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരാളുണ്ട്. ഇന്ന് മന്ത്രിയും ഞാനും കൂടെ ബന്ധമാണ്. ഒരുപക്ഷെ മന്ത്രിക്ക് വോട്ട് ചെയ്ത ആളായി. അല്ലെ മന്ത്രി ഇവിടെ വന്നപ്പോ ഞാനായിരിക്കും എന്റെ വീട്ടിൽ നിന്നായിരിക്കും ചെയ്യുമ്പോ ഒഴുകി സംബന്ധം കൊണ്ട് കൊടുത്തത്. അപ്പൊ അങ്ങാർക്കും സന്തോഷം. അപ്പൊ ഐ എക്സ്പെക്ട് സംതിങ് ഫ്രം ദ മംഗൾ. രാജാവ് എന്നിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ രാജാവിന് നമ്മൾ മന്ത്രിയിൽ അങ്ങനെ ഞാൻ ഒരു വോട്ട് വരച്ച ഞാൻ കൊടുത്തിട്ടാണ് മന്ത്രിയായതെന്നുള്ള ഒരു ഫീൽ നമുക്കും ഉണ്ട്. അതെ, എല്ലാവരും മന്ത്രിമാരായവരായോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡിമാൻഡ് ചെയ്യാം, ഇന്നതൊക്കെ നമുക്ക് ചെയ്തു തരണം എന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യാം. ഞാൻ രാജഭരണത്തിന് എതിർത്ത ആളാണ്. പീപ്പിൾസ് വേണമെന്ന് പറയുന്നത്. എന്നാൽ രാജഭരണം നല്ലതല്ല എന്ന് പറയുന്നത് ശരിയാണ്. നമുക്ക് ഒരു കാര്യം, ഇതൊരു ട്രഡീഷണൽ ആളാണ്. ഞാനൊരാള് പ്രസംഗിക്കുന്നത് കേട്ടു, ലോകത്തിൽ ഒരു യോഗ്യത സ്റ്റിമുലേറ്റ് ചെയ്യാത്ത ഏക ജോലി മന്ത്രി ഉദ്യോഗം. തൂപ്പുകാരിയാണെങ്കിൽ ഒരു മുറിയെങ്കിലും തൂത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കളിയാക്കുന്ന ആകങ്ങൾ. പക്ഷെ ഫാക്റ്റാണതും. കളിയാണെങ്കിലും തമാശയാണെങ്കിലും എല്ലാവിധ ജോക്സിൽ ഭ്രാന്ത എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാർ പറയുന്ന പല വാക്കും ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഒരു അസോസിയേഷൻ, ഞങ്ങൾക്ക് മാഡാമിൽ കണ്ടിട്ടുണ്ട്.
അപ്പൊ ആ അസോസിയേഷൻ ran into debt. അപ്പൊ എന്റെ പ്രസിഡന്റ് പറഞ്ഞു ഇങ്ങനെയാണ്, വലിയ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞു. അതെ, അപ്പൊ ഒരു സെമി ക്രീക്ക് ഒരുത്തനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു നിങ്ങളൊന്നും വിഷമിക്കരുത്, ആ കടം മുഴുവൻ ഞാൻ വീട്ടിൽ തരാം. അവൻ ഞങ്ങളോടൊക്കെ കാശ് വാങ്ങിച്ച ഉച്ചയ്ക്ക് കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ വീട്ടിൽ തരാം, പേടിക്കരുത്. അപ്പൊ അന്നേരം പിറ്റേ ആണ്ട് വന്നപ്പോ അതിന്റെ പ്രസിഡന്റ് പറഞ്ഞു അതാണ്ട് പേര് പറയാതെ ആ പണം കൊടുത്തു വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു. അവൻ ഞാൻ അന്നേ പറഞ്ഞാണ്. അപ്പൊ അവൻ പറഞ്ഞു ഈ കമ്മറ്റിക്കാർക്കെല്ലാം ഒരു മാമ്പട്ടി കൊടുത്ത് അവരെവിടെ ഇനി അവിടെ തരും. So he is saying all this committees, consultation, they are not creative and finding solutions. They are only complicating matters so that nothing happens. Which is true. അദ്ദേഹം ചുമ്മാ പറഞ്ഞ കാര്യം അവസാനം അതുകൊണ്ട് ഞാൻ പറയും ഈ ഭ്രാന്തെന്ന് പറയുന്നത് സത്യം അധികമാകുന്നത്. തിരുമേനിയുടെ വീട്ടിൽ വന്നപ്പോ എല്ലാ മതക്കാരുടെയും ഫോട്ടോസ് കണ്ടു. പിന്നെ ശ്രീ രവിശങ്കർ, അമൃതാനന്ദമയി എല്ലാവരുടെയും ഫോട്ടോസ് ഇവിടെ ഉണ്ട്. അപ്പൊ ശരിക്കും ഒരു വ്യക്തി എന്നുള്ള നിലയിലാണോ അതോ ഒരു മതസൗഹാർദ്ദം എന്താണ്? അതുകൊണ്ട് എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുന്ന ഒരു വ്യക്തിയാണോ? അതായത് ഒരു മതത്തിലെ ഒരുത്തിനെ സ്വീകരിക്കുന്നുണ്ട്, ആ മതം എന്റെ മതം ഒരുപോലെ കാണുന്ന അർത്ഥം. നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ കൂട്ടുകാരിക്ക് നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോ നിങ്ങളുടെ അമ്മ ഒരു കഷ്ണം കേക്ക് നിങ്ങളുടെ അമ്മാച്ചൻ ഇംഗ്ലണ്ടിൽ നിന്ന് അയച്ചത് ഒരു കഷ്ണം നിങ്ങൾക്ക് വെച്ചു. നിങ്ങളുടെ കൂട്ടുകാരിക്കാണ് അമ്മ അവർക്ക് കൊടുത്തു. അതുകൊണ്ട് എന്നെ അവഗണിച്ച് നിങ്ങളുടെ കൂട്ടുകാരി ആയതുകൊണ്ട് അമ്മ കൊടുത്തത്, ഞാൻ ചെന്നായിരുന്നു കിട്ടുകയില്ല. അപ്പൊ അഗൈൻ ഇൻ ഗിവിംഗ് ദാറ്റ് ടു യുവർ ഫ്രണ്ട് ആൻഡ് നോട്ട് ടു യു, ഇറ്റ് ഈസ് ആൻ അസേർഷൻ of her regard for her daughter. അതെ. പിന്നെ എന്റെ ചോദ്യം, most people are ഏകദൈവ വിശ്വാസി. ഹിന്ദുയിസത്തില് ദ്വൈത അദ്വൈത എന്നുണ്ട്. ഐ തിങ്ക് അദ്വൈത ഇസ് മോർ. SNDP-യിലൊക്കെ they assert it is അദ്വൈത. എന്നാൽ അങ്ങനെയാണ് ഒരു ദൈവമേ ഉള്ളൂ. അതിന് ഞാൻ പറയുന്നേ, നിങ്ങളുടെ അപ്പനെ പറ്റി നിങ്ങൾ 3 മക്കളുണ്ടെന്ന് വിചാരിച്ചു. മൂത്ത മകനോട് അണ്ടർസ്റ്റാൻഡിങ് രണ്ടാമത്തെ മകന്റെ അണ്ടർസ്റ്റാൻഡിങ് തമ്മിൽ വ്യത്യാസം, മൂന്നാമത്തേത് തമ്മിൽ ഭാര്യയ്ക്കുള്ള കാര്യം, അതിന്റെ ബോസിനുമായിട്ട് സെർവന്റും തമ്മിൽ, അതാ ഈ തെറ്റും ശരിയും എന്നൊക്കെ പറയുന്ന കമ്പാരിറ്റീവ്. ശരി എന്റെ അഭിപ്രായത്തിൽ ഈശ്വരൻ മാത്രമേ, മറ്റുള്ളത് പറയുന്നതല്ല. എക്സ്പ്രഷൻ ഓഫ് ട്രൂത്ത് ഇൻ ലോക്കൽ ടെക്സ്റ്റ്, അതൊക്കെ റിയൽ. എന്റെ അത് നമ്മൾ സമ്മതിക്കണം. ഞാൻ പറഞ്ഞത് ഒരു ദൈവമേ ഉണ്ടെങ്കിൽ ആ ദൈവമാണ് അമൃതാബായിലും ശ്രീ ശങ്കറിലും സ്വാമിയിലും വിവേകാനന്ദനിലും നമ്മളിലും ഉള്ളത്. അതെ. അതിന് ഞാനൊരു ചെറിയ കഥ പറയാം. സർ CV രാമൻ അദ്ദേഹം ലൈറ്റ് സംബന്ധിച്ച് വലിയ റിസർച്ച് നടത്തി നോബൽ പ്രൈസ് വാങ്ങിച്ചതാണ്. ഐ തിങ്ക് അപ്പം ഞാൻ തിയോളജി ബാംഗ്ലൂരിൽ, എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ഡോക്ടറേറ്റ് പഠിക്കുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് സംസാരിക്കും. അവൻ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ സാറിനെ ഒന്ന് കാണണം, ഒന്നുമില്ല, അവന് സംശയവുമില്ല, ഒന്നുമില്ല. ഞാൻ പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു സാറ് വലിയ നോബൽ പ്രൈസ് ഒക്കെ എന്നൊക്കെ ഞാൻ സാറിനെ ഇന്ന് ആദ്യം കാണാൻ എൻ്റെ ആയി. സാറിനെ പറ്റി എന്നാൽ ഞാൻ അനേക വർഷം മുമ്പ് അതിനെ കേട്ടതാണ് വീട്ടിലാണ്.
സാർ ഒരു കാര്യം ചെയ്യാം, ഈ ബ്രാഹ്മൻസ് എഫക്ട് എന്ന് പറഞ്ഞ സാറിന്റെ ഡിസ്കവറിയെ പറ്റി ഐ വോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതിനല്ല, എനിക്ക് എന്റെ ഗ്രാമത്തിൽ ഞാൻ ശിവരാമൻ സാറുമായിട്ട് ലൈറ്റിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്റെ ഗ്രാമത്തിലുള്ള ആരോ പുള്ളി നമ്മുടെ ആശാൽ അദ്ദേഹത്തോട് ലൈറ്റിനെ പറ്റി അത് അങ്ങനെ അവരെ കളിപ്പിച്ചൊരു സന്തോഷം സാധിക്കാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെയോട് പറഞ്ഞു, ഫാദർ, I would very much like to help you, but I am helpless. But my face drooped, and I know you are very much disappointed. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ എൻ്റെ വീട്ടിൽ വരികയാണ് അതോറിറ്റേറ്റീവായിട്ട് പറയുന്ന ഒരാളിനെ ഞാൻ കാണിച്ചു. ഞാൻ പറഞ്ഞു വരാം. പിറ്റേ ദിവസം ഞാൻ അവിടുത്തെ 6 മണിയായപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ നല്ല വെൽ ഡ്രസ്ഡായിട്ട് ബ്രൈറ്റ് യങ് വരാന്തയിലിരുന്ന ലൈറ്റ് അത് കത്തിച്ചേച്ച് പറഞ്ഞു, ദീപം ദീപം. She is saying what is Deepa. I am trying to understand what is Deepa. It's light effect. And she has succeeded. You see, you have now understood what is Deepa. ഞാൻ പറഞ്ഞു, സാധു പറഞ്ഞത് ശരിയാണ്. I have both understood and misunderstood. So every understanding of God by human being of limitation and sin is a misunderstanding. Every understanding. തിരുമേനെ കുറിച്ച് പറയുന്നത് തന്നെ മെത്രാൻ വിത്ത് ഗോൾഡൻ ടങ് എന്നാണ്, സുവർണ നാവുള്ള തിരുമേനി അല്ലെ. എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ഇത്രയും തമാശകൾ പറയാൻ പറ്റുക? എന്തും തമാശ രൂപത്തിൽ പറയാൻ പറ്റുക? അതൊരു കാര്യമാണ്. ഞങ്ങൾ അവിടെ എൻ്റെ കൂടെ പഠിച്ചത് കൊച്ചിന് ഭ്രാന്ത്. അവൻ എന്തോ പറഞ്ഞാലും ഞങ്ങൾ തമാശയായിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭ്രാന്തുണ്ടോ ഇത് ഞാൻ ഒരാളിനോട് പറഞ്ഞപ്പോൾ അതാണോ തിരുമേനി? അല്ല, ഞാൻ പറഞ്ഞു ഞാനേ ഉള്ളു ഭ്രാന്ത് ഇല്ലാത്തത്, അതുകൊണ്ട് നിങ്ങളല്ല എന്നെ ഭ്രാന്തൻ എന്ന് പറയും. മനസ്സിലായി? ഈ ഭ്രാന്തൻ പറയുന്നതൊക്കെ പലതും സത്യമാണ്, പക്ഷെ നമുക്ക് ആ ഭ്രാന്തന്റെ വ്യൂസിനോട് ഷെയർ ചെയ്യും. അതിനാ അവനെ ഭ്രാന്തനാന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് കേട്ടു, ഒരപ്പൻ മരിക്കാൻ നേരത്ത് പറഞ്ഞു, കുഞ്ഞെ അയാളിങ്ങനെ വില്ലേജിൽ കടവ കൊടുത്താൽ ബാങ്ക് ഒന്നുമല്ല, ഇങ്ങനെ ഒരു കടവാസിൽ എഴുതി വാങ്ങിച്ചു കൊടുക്കും പലിശ. അപ്പൊ അയാൾ പറഞ്ഞു, നമുക്ക് തോമസ്, കൃഷ്ണപിള്ള, മറ്റേ എനിക്ക് 100 രൂപ വെച്ച് തരാണ്. അപ്പൊ മൂത്ത മകൻ പറഞ്ഞു, അല്ല അച്ചായന്റെ വലിയ ഓർമ്മ, എല്ലാം ഓർത്ത് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ ഇത് ഇന്നാൾക്കൊക്കെ കൊടുക്കാനുള്ളൂ. ഉടനെ അല്ലെങ്കിൽ പറഞ്ഞു, അല്ല അച്ചായന് പിച്ചും പേയും തുടങ്ങി. അതായത് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പിച്ചും പേയും, തരുന്ന കാര്യം പറഞ്ഞപ്പോൾ നല്ല. സോ ദിസ് ഈസ് ഹൗ നമ്മുടെ ഫ്രെയിം. പിച്ച് എന്ന് പറഞ്ഞാൽ പിച്ചും ഭ്രാന്തും എന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ലാത്ത ന്യൂസിനാണ് നമ്മളെ. ബട്ട് വി നോ ഇറ്റ് ഈസ് വാലിഡ്. അപ്പൊ ശരിക്കും കുറച്ചൊരു ഭ്രാന്ത് അഭിനയിച്ച് നമുക്ക് എന്തും പറയാനുള്ളൊരു ലൈസൻസ് ആയല്ലേ? അതല്ല, മറ്റുള്ളവർ പറയുന്ന ഭ്രാന്താണെന്നല്ല ആദ്യം പറയുന്നത്, അതിൻ്റെ അകത്ത് ട്രൂത്ത് മനസ്സിലാക്കണം. ഇസ് ദർ എനി ട്രൂത്ത് ഇൻ വാട്ട് ഹി ഹാസ് ടു ഡിസ്കവർ ഇറ്റ്? ഐ മേ നോട്ട് ബി ഏബിൾ ടു സേ വാട്ട് ദ ട്രൂത്ത് ഈസ്, ബട്ട് യു ഷുഡ് ഹെൽപ്പ് മീ ടു ഡിസ്കവർ ദ ട്രൂത്ത്. അതിനാ പള്ളിക്കൂടം എന്ന് പറയും. എന്നാൽ ഈ സിനിമാക്കാരൊക്കെ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ, ഒരുത്തനെ ഡിമൈൻ ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, ആരും പറഞ്ഞു നടക്കും, മറ്റേതൊന്നും പറയത്തില്ല. നെഗറ്റീവ്സ് എല്ലാം പറയും, പോസിറ്റീവ് ഒന്നും പറയില്ല.
ഇപ്പൊ തിരുമേനി പറഞ്ഞു പള്ളിക്കൂടമാണ് ട്രൂത്ത് കണ്ടുപിടിക്കാനുള്ള, ട്രൂത്ത് മനസ്സിലാക്കാനുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞു. ശരിക്കും പള്ളിക്കൂടത്തിൽ അത് നടക്കുന്നുണ്ടോ? സത്യം മനസ്സിലാക്കുന്നുണ്ടോ കുട്ടികൾ? ഞാൻ അറിയാം അങ്ങനെ ഒരു സ്ഥലമില്ല. പള്ളിയിൽ നടക്കുന്നു. അങ്ങനെ പള്ളിയിൽ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇത്രയും റിലീജൻസ് ഉണ്ടാവില്ല. ഒരു ദൈവത്തെ എല്ലാരും കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. അവർക്ക് കണ്ടുപിടിക്കുന്നില്ല. അവര് വന്ന ദിവസം രാത്രി എവിടെ കിടന്നുറങ്ങിയോ അത് ഡെസ്റ്റിനേഷനാക്കി. എന്നാൽ മോളോട്ട് പോകാനാ വന്നത്. ഹിമാലയപർവ്വതത്തിന്റെ അങ്ങേ കൊടുമുടി എന്ന് പറയുന്നത് ആദ്യത്തെ രാത്രി നമ്മൾ ഉറങ്ങിയ സ്ഥലമാണ്. ഞാൻ എൻ്റെ അമ്മയും കൂടെ വന്നു. എൻ്റെ അമ്മയ്ക്ക് ഇരിക്കണം. കണ്ടക്ടർ പറഞ്ഞു നോക്കുക ഇത്രയും കൊച്ചു പിള്ളേർ ഇരിക്കാനൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ കണ്ടാൽ ഇങ്ങനെയാണെന്നേ ഉള്ളൂ. എന്നെ പ്രസവിച്ചിട്ട് 83 കൊല്ലമായി. മനസ്സിലായി? ഒറ്റ നല്ല കള്ളമാണ് പോലെ എൻ്റെ അമ്മയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ കള്ളമെന്ന് പറയുന്ന പ്രോപ്പർലി യൂസ് ഇസ് വെരി ഗുഡ്. അല്ലെങ്കിൽ എൻ്റെ അമ്മ അവിടെ നിന്ന് പോവുകയായിരുന്നെങ്കിൽ കാലെല്ലാം മുടക്കും, വൈദ്യം വരണം, വൈദ്യന് കാശ് കൊടുക്കണം, എണ്ണ വാങ്ങിക്കാൻ പോകണം, ഇങ്ങനെയൊക്കെയുള്ള പല പ്രയാസങ്ങൾ ഒറ്റ കള്ളം കൊണ്ടുവരുത്താൻ. അതൊരു മരുന്ന് എന്ന് ഞാനൊരു പുതിയ വാദം ചെന്നു. ഐ നോ ഫുള്ളി വെൽ ഇതുകൊണ്ടല്ല എന്ന്. എന്നാൽ ഇതാണെന്ന് ഞാൻ ആട്രിബ്യൂട്ട് ചെയ്തു, വിശ്വസിപ്പിച്ചു. ശരിക്കും ഇത്തരത്തിലൊരു ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ ബേസ് എന്ന് പറഞ്ഞത് ഒരു പരന്ന വായന തന്നെയല്ലേ? വായന റീഡിങ് വന്നു. പീപ്പിൾ ലിവ് ബൈ ദെയർ മൗത്ത്സ്. ഞാൻ പറയും എനിക്ക് പല അവയവങ്ങളുണ്ട്. അതിൽ ഇന്ന് ആക്റ്റീവായിട്ടുള്ളത് നാക്കേ ഉള്ളൂ. മറ്റേ നെല്ല് എന്തെങ്കിലും ഓരോ കേറുണ്ട്. പലപ്പം പോയി ഒത്തിരി രൂപ കളഞ്ഞ. എന്നാൽ ഇതില്ലായിരുന്നെങ്കിൽ പോയ നിങ്ങളെ ചോദിക്കും തിരുമേന്റെ ലോങ് ലൈഫിന്റെ രഹസ്യം എന്നാ. ഇവർക്ക് പറഞ്ഞു കൊടുത്ത ഇവന്മാരെന്റെ നാക്ക് നട്ടിക്കളഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞു കൊടുത്തിട്ടില്ല. ശരിക്കും ഞാനും ചോദിക്കുകയാണ് എന്താണ് ഈ ലോങ് ലൈഫിന്റെ രഹസ്യം? അതിനുള്ള രഹസ്യം ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന നിലയിൽ എന്നെ സ്വർഗത്തിൽ കയറ്റിയാൽ സ്വർഗത്തിന്റെ സ്ഥിതി വളരെ ദയനീയമായിരിക്കും. അതുകൊണ്ട് ദൈവം നോക്കുക അതിനെ കുറച്ചുകൂടെ സ്വർഗത്തിന് പറ്റിയ രീതിയിലാക്കാമോ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒത്തിരി ഡൈവോഴ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളുടെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ശരിക്കും തിരുമേനിയുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഇത്രയും വർഷങ്ങൾ ജീവിച്ചിരുന്ന ഒരു വ്യക്തി, പഴയ കാലങ്ങൾ അറിയാം, പഴയ നമ്മൾ നല്ല ഫാമിലി സെറ്റപ്പ് അറിയാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ, ഒരു ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രക്റ്റഡ് എന്ന് തന്നെ പറയാം, വല്ലാത്ത ഒരു അവസ്ഥയിലുള്ള ഫാമിലി എന്ന് തന്നെ പറയാം. ശരിക്കും ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവാൻ നമുക്ക് ഒരു ഫാമിലി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് ഫാമിലി ആളില്ലാത്ത എന്നോട് ചോദിക്കുക എന്തോ ശ്രദ്ധിക്കുക. അത് ഈ സാറുമാർ അവർക്ക് അറിയാൻ വയ്യാത്ത ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്ന പോലെ. പിന്നെ ഞാൻ പഠിച്ച ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചത് ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്ന വൈദ്യമാന്മാര് ആരും തന്നെ ഇല്ല. എൻ്റെ കൂടെ പഠിച്ച അവരുടെ കൂട്ടത്തിൽ ഞാനൊരു വില്ലേജ് സ്കൂളിലാണ് പഠിച്ചത്. ഈ അച്ഛൻ പറയുന്നത് നീ മലയാളം പഠിക്കരുത്. അപ്പൊ എന്റെ അമ്മയും ഞാനും കൂടെ എന്തോ പറയും, എന്റെ വല്യമ്മയും ഞാനും കൂടെ എന്തോ പറയും. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞത് കൊച്ചു പിള്ളേര് വല്യമ്മമാരോട് കൂട്ടുകൂടുന്നു. ഞാന് ഈ അച്ഛന്റെ ഡയോസിസിൽപ്പെട്ട ഒരാളിനോട് ചോദിച്ചു,
നിന്റെ അഭിപ്രായത്തിൽ നിന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ആളാണ്? അവൻ പറഞ്ഞു വല്യമ്മ. അമ്മയെക്കാളാണോ? ഈ അച്ഛൻ പറയുന്നത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളിനെ ആദ്യം ഉപയോഗിക്കുക. ഞങ്ങളുടെ ഒരു പത്തിലുണ്ട്, വള്ളത്തിന് ഭാരം കൂടിയാൽ ആദ്യം അമ്മൂമ്മ വെള്ളത്തിൽ ഇങ്ങനെ സ്ഥിരമായിട്ട്. അപ്പൊ അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റാളിന്റെ ആവശ്യം. ഞങ്ങളുടെ അവിടെ ഒരു വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വെച്ചാൽ അതൊക്കെ വലിയ പവർഫുള്ള കാര്യം വന്ന് താമസിക്കും. അപ്പം അതിന് മുമ്പ് അവിടെ ഉദ്യോഗസ്ഥനായിരുന്നു. അന്നൊക്കെ ഈ കളക്ടർമാരെ ആയിരുന്നു. ഒന്നോ രണ്ടോ ഉള്ളൂ. ഇപ്പൊ പത്തനംതിട്ട താമസിക്കുന്ന അതിലൊഴിച്ച് ബാക്കി എല്ലാ കളക്ടർമാർ. ഞാൻ പറയാൻ വന്നത്, അപ്പൊ അങ്ങനെ അവിടെ വന്ന് താമസിച്ച് പുള്ളി പിന്നെയും കളക്ടറായിട്ടാണ് താമസിക്കുന്നത്. റിട്ടയർ ചെയ്ത് വേറെ വൃത്തം കളക്ടറായി. എന്നാലും അങ്ങനെ ഇവിടെ താമസിക്കുന്നത്. അപ്പം മനുഷ്യനെ അങ്ങോട്ട് കയറ്റുകയല്ല, മണി അടിച്ച് ആ മണി അടിക്കുന്നതന്നെ ആ പിയൂൺ ഇങ്ങോട്ട് വരും. ഉടനെ ചോദിക്കുക എന്നാ വേണ്ടി. ഞങ്ങൾക്ക് അവിടെ കയറി ആ മൂറിയൊക്കെ ഒന്ന് കാണും. ഇപ്പൊ ഒക്കെയില്ല, അല്ലെ ഇപ്പൊ തോക്കും, അല്ലെ ഉച്ച കഴിഞ്ഞ് വന്ന് ഇവിടെ എല്ലാം തുടയ്ക്കാമെങ്കിൽ അന്നേരം കാണാം. ഇങ്ങനൊരു വ്യവസ്ഥ വെച്ച് തരും. നമ്മളതനുസരിച്ച് ഇയാളുടെ അടുക്കളയ്ക്ക് തീ പിടിച്ചു. ഞങ്ങളവിടെ തീ പിടിക്കാൻ സമ്മതിക്കുകയില്ല. തീ ഒന്ന് പിടിക്കാൻ, എല്ലാവരും നശിപ്പിക്കാൻ സമ്മതിക്കും. എല്ലായിടത്തും കാണാൻ തീ. ചാക്കോയുടെ വീട്ടിൽ തീ പിടിച്ച് എന്നൊറ്റ കൂവ് എല്ലാം നിറയും. അപ്പൊ ഈ വാഴയൊക്കെ, ഈ വാഴയുടെ അതിൻ്റെ അകത്ത് വാഴ നീരുണ്ട്, വാട്ടർ. അപ്പൊ വെള്ളം കോരാൻ കിണറ്റിൽ പോകണം. ഇതങ്ങോട്ട് വെട്ടിയിട്ട് അടിക്കുമ്പോ ഫയർ എക്സ്റ്റിംഗ്വിഷ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇവരെ അങ്ങോട്ട് കയറി പറഞ്ഞു, ആദ്യം വാഴയെല്ലാം വെട്ടാ, പിന്നെ അടിച്ചാൽ മതി. ഞാൻ എൻ്റെ കൂടെ ഒരു 10 കുട്ടി പഠിച്ചു, എൻ്റെ നെയ്ബറാ, വേടിപ്പുവ. ഇവരുടെ ഈ പപ്പടം ഉണ്ടാക്കും, അത് വിറ്റ. ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം കഴിക്കുന്നതിനും പപ്പടം കഴിക്കാൻ എല്ലാവർക്കും ഓക്കെ. അപ്പൊ അത് വിൽക്കുന്ന സയൻസ് കുറവാണ് ഞങ്ങളുടെ. ഇപ്പൊ എന്റെ ഫാദർ കാര്യം പഠിക്കാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നമ്മൾ നെയ്ബേഴ്സാണ്, നീ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരുന്ന് എൻ്റെ മകൻ്റെ പുസ്തകം ഉപയോഗിച്ച് പഠിക്കണം. നിനക്ക് വേണേ അവിടെ കിടക്കാം, അല്ല നിന്റെ വീട് ആ കട്ടിലിനേക്കാൾ അത്രയും കൂടെ നടന്നാൽ നിന്റെ വീട്ടിൽ അവിടെ പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പം ഞാൻ അവനോട് പറഞ്ഞു, മനുഷ്യന് നന്ദി വേണം. നീ 65 മാറ് വാങ്ങിച്ചു, എനിക്ക് 55 കിട്ടൂ. എൻ്റെ അപ്പൻ പിണങ്ങി. എൻ്റെ അപ്പന് ഞാൻ 55 വാങ്ങി. ഞാനിത് ആദ്യമല്ല 55 വാങ്ങിക്കും. നിനക്ക് 65 കിട്ടിയോണ്ടാ എൻ്റെ അപ്പന് പണക്കുവാൻ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പുസ്തകം ലഞ്ച് ചെയ്ത് നിന്നെ പഠിപ്പിച്ചേച്ച് എൻ്റെ അപ്പൻ എന്നെ വഴക്ക് പറയാനായി. നീയാണെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് അവൻ എന്നെ പാസ്സായി. അവനൊരു കോളേജിൽ പ്രൊഫസറായി. എന്നെ ആ കോളേജുകാരൊരു പ്രസംഗം പറഞ്ഞാൽ ഞാൻ ബിഷപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ ചെന്ന് പ്രിൻസിപ്പലിനോട് പറഞ്ഞു, എന്നെ വെൽക്കം അനുവദിക്കും. അവൻ പറഞ്ഞു, ഈ ബിഷപ്പിന്റെ ഫാദർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കോളേജിൽ മലയാളം പഠിപ്പിക്കുക. ഇവിടെ വന്നപ്പോ ശരിക്കും നല്ല വെജിറ്റേറിയൻ ആഹാരത്തിന്റെ നല്ല മണം ഉണ്ടായിരുന്നു, നല്ല രസത്തിന്റെ ഒക്കെ മണം ഉണ്ടായിരുന്നു. എപ്പോഴും വെജിറ്റേറിയൻ ഫുഡ് തന്നെ. ഞാൻ എന്തും കഴിക്കും.
പാമ്പാനേലും കഴിക്കും. ഈ നാഗാലാൻഡിൽ എനിക്കൊരു സ്നേഹിതനുണ്ട്. അയാൾ ഗവൺമെന്റ് സെക്രട്ടറി ICS ഒക്കെ പാസ്സായി. ഞാൻ അവിടെ ഒരു മീറ്റിങ്ങിന് പോയി. അപ്പൊ അയാൾ എന്നെ ഉണ്ണാൻ വിളിച്ചു. എന്നോട് ചോദിച്ചു, യു വാണ്ട് an English meal or a Naga meal? I mean, why should I come to a Naga home for an English meal? അപ്പൊ ആവുമ്പോ ഞങ്ങൾ വേണ്ടാതൊക്കെ തിന്നുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് ഇഷ്ടമുള്ളത് തിന്നാം. നീ ഇവിടെ എന്താ സാഹിബിന്റെ വീട്ടിൽ ചെന്നാൽ സാഹിബ് ചോദിച്ചാൽ എല്ലാം ഞാൻ തിന്നു എന്ന് പറഞ്ഞാണ്. പക്ഷെ അത് പറഞ്ഞ് അങ്ങോട്ട് ഓരോന്ന് പറയുമ്പോൾ ഞാൻ തിന്നു. ഞാൻ താമസിക്കുന്ന ആ സ്ഥലത്ത് ഒരു മീറ്റിംഗാണ്. അവിടുത്തെ എൻ്റെ അടുത്ത് ഉണ്ണാനിരിക്കുന്ന ഒരു സ്ത്രീ, ഒരു ഗുജറാത്തി സ്ത്രീയാണ്. അത് യു ആർ നോട്ട് ദെയർ ഫോർ ദ ലഞ്ച്, വാട്ട് വേർ വേർ? ഞാൻ മഞ്ഞിങ്ങനെ പോയത്. അവരെന്നോടാന്ന് തിന്നാൻ. ഞാൻ അവരുടെ ഒരു മീറ്റും അതിൻ്റെ അകത്ത് വേംസും അതുമൊക്കെ ഉണ്ടായിരുന്നു. അവരുടനെ എഴുന്നേറ്റങ്ങ് പോയി. അതായത് വേംസിനെ തിന്നേച്ചാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത് കേട്ടത്. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയതിൽ എനിക്ക് സങ്കടമില്ല. ഇവിടെ ഉണ്ടാക്കി യു ആർ എ വെജിറ്റേറിയൻ, ഞാൻ വെജിറ്റേറിയനല്ല. എന്നാൽ നിങ്ങൾ എന്നെ ടോളറേറ്റ് ചെയ്യാഞ്ഞത് എനിക്ക് സങ്കടം. ഞാൻ എന്നും വിവാഹം കഴിക്കുന്ന ആളല്ല. എന്നാൽ എന്റെ അവൻ വലിയൊരു സംഗതിയാണെന്ന് വിചാരിച്ചത്. കഴിക്കണ്ട, പക്ഷെ അവൻ്റെ കൂടെ കഴിക്കുന്ന ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണം. അല്ല, നീ കഴിക്കണ്ട, എന്നാൽ അവൻ കഴിക്കുന്നതിനെ ഡിസോസിയേറ്റ് ചെയ്യും. നമ്മുടെ ക്രിസ്മസ് അല്ലേ വരുന്നത്? ക്രിസ്മസ് വരാൻ പോവല്ലേ? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് ആശംസ കൊടുക്കാൻ. ക്രിസ്മസിനെ ഇതൊരു ഹെവൻലി ഫെസ്റ്റിവൽ ആണോ എർത്ത്ലി ഫെസ്റ്റിവൽ ആണോ? നിങ്ങൾ വലിയ അറിവുള്ളവരാണ്. നിങ്ങളുടെ അറിവ് എന്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് എ ഹെവൻലി ഫെസ്റ്റിവൽ എക്സ്റ്റെൻഡിങ് ഓൺ ടു വേൾഡ്. അതായത് നമ്മുടെ പട്ടമുണ്ട്, ഹൈറ്റ്, അത് ഏർത്തിയിലാണ് പറപ്പിക്കുന്നവന്റെ കാല്. എന്നാൽ കഷ്ടത്തിന്റെ അറ്റം ഏർത്തിന് കാണാൻ വയ്യാത്ത സ്ഥലത്താണ്. ഇതാണ് മനുഷ്യൻ. വിത്ത് ലെഗ്സ് ഓൺ എർത്ത് ആൻഡ് ഹെഡ്സ് ഇൻ ഹെവൻ. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഈ പുറത്ത് കുത്തുകൊള്ളുന്നവൻ അഹിംസക്കാരന്, നെഞ്ചത്ത് വേണം അവന് കുത്തുകൊള്ളുന്നത്. അതായത് യു ഡോണ്ട് ഫേസ് ഇറ്റ്, യു ആർ റണ്ണിങ് അവേ ആൻഡ് യു ആർ നോട്ട് അഹിംസ മാൻ. അഹിംസ ഇസ് നോട്ട് റണ്ണിങ്. ശ്രീകൃഷ്ണൻ അതാണ് പറഞ്ഞത്. ദോഷത്തെ എതിർക്കുന്നത്, നശിപ്പിക്കുന്നത് അഹിംസയുടെ ഭാഗമാണ്. ഹിംസ ഈസ് ഡ്യൂ ടു ഓൾ ഈവിൾ. അതിനെ അല്ലാതെ ഹിംസയുടെ എക്സ്പോസിങ് അല്ല, ഹിംസയെ നശിപ്പിക്കുക. ഗാന്ധിജി പറഞ്ഞു, നെവർ ഗെറ്റ് സ്റ്റാബ്ഡ് ഓൺ ദി ബാക്ക്. അതിന്റെ അർത്ഥം നീ ഓടുക. യു ആർ ഫ്ലീയിങ് അവേ ഫ്രം ദി ഇഷ്യൂ. യു ഫ്ലൈ ഇൻ ടു ദി ഇഷ്യൂ ആൻഡ് ട്രാൻസ്ഫോം. ക്രിസ്മസ് ദിനത്തിൽ ശരിക്കും പറഞ്ഞ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് തിരുമേനി. തിരുമേനി ഞങ്ങൾക്ക് ഗസ്റ്റായിട്ട് കിട്ടിയത് വളരെയധികം നന്ദിയുണ്ട്. അത് കേൾക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്.